ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെട്ട നെയ്യപ്പമാണ്. നെയ്യപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നും അതിൻ്റെ ഇൻഗ്രീഡിയൻസും നമുക്കൊന്ന് പരിചയപ്പെടാം. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിൽ വരുന്നത് 1/2 കിലോ പച്ചരി നമ്മളിവിടെ എടുക്കുന്നുണ്ട്. ഇത് ഓവർനൈറ്റ് കുതിർത്ത് വാരി എടുത്ത പച്ചരിയാണ്. ഏകദേശം 6 മുതൽ 8 മണിക്കൂർ വരെ നമ്മളിത് സോക്ക് ചെയ്യാൻ വെച്ചു. അതുപോലെ നമ്മളിവിടെ ചക്കര എടുക്കുന്നുണ്ട്. ഇത് 375 ഗ്രാം ചക്കരയാണ്. 1/2 കിലോ അരിക്ക് 375 ഗ്രാം ചക്കര എന്ന രീതിയിലാണ് നമ്മളിവിടെ എടുക്കുന്നത്. എള്ള് 1 ടേബിൾ സ്പൂൺ എടുക്കുന്നുണ്ട്. തേങ്ങ കുത്തിയത് 1 പിടി എടുക്കുന്നുണ്ട്. ജീരകം 1 ടേബിൾ സ്പൂൺ. തേങ്ങാപ്പാൽ ഇത് നമ്മൾ നെയ്യപ്പം ചുട്ടെടുക്കുന്നതിന് മുമ്പ് മാവ് നീട്ടിയെടുക്കാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇത് വേണമെങ്കിൽ മാത്രമേ നമ്മൾ എടുക്കത്തുള്ളൂ. ഇതിൻ്റെ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പിൽ നമുക്ക് ചക്കര ഒരു പാനിയാക്കി റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഒരു പാൻ വെച്ച് കൊടുക്കുക, കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ചക്കര ഇട്ട് കൊടുക്കാം. ഇതൊരു പാനിയായി വന്നതിന് ശേഷം ഇതൊന്ന് ആറി വരാനായിട്ട് നമുക്ക് എടുത്ത് മാറ്റി വെക്കാം. അതിനുശേഷം അരി ആട്ടിയെടുക്കുന്നതിന് മുമ്പ് ചെറു ചൂടോടുകൂടിയാണ് നമ്മളിത് പച്ചരിയിൽ ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് നാറാനായിട്ട് വെയിറ്റ് ചെയ്യാം. ആ സമയത്തിനുള്ളിൽ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പച്ചരി മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ആറി വന്ന ശർക്കര പാനി നമുക്കിവിടെ അരിച്ച് ഈ മിക്സിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മൾ മിക്സിക്കകത്തുനിന്ന് ആട്ടിയെടുക്കുകയാണ് ഇവിടെ. ഇത് ആട്ടിയെടുക്കുമ്പോൾ ഇതിൻ്റെ തരങ്ങ് നമുക്ക് പുട്ടിൻ്റെ പൊടിയുടെയൊക്കെ ആ തരങ്ങിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടണം. ഇത് ആട്ടിയെടുത്ത് കഴിഞ്ഞാൽ നമുക്കിതൊരു പാത്രത്തിൽ ഒഴിച്ച് മാറ്റി വെക്കാം. ഇത് 6-7 മണിക്കൂർ അല്ലെങ്കിൽ ഓവർനൈറ്റ് ഇരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇതിപ്പോൾ അടുത്ത ദിവസമായി. ഇനി നമുക്കിവിടെ പാൻ ചൂടാക്കാൻ വെക്കാം. അതുപോലെ ഒരു കുറച്ച് നെയ്യ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തൂടെ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളിതിവിടെ വറുത്തെടുക്കുകയാണ്. ഇത് ഏകദേശം ഒരു മീഡിയം ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആകുമ്പോൾ നമുക്ക് എള്ളും കൂടെ ആഡ് ചെയ്തതിന് ശേഷം ഗ്യാസ് ഇവിടെ ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി ഇതൊന്ന് കുറച്ച് നേരം ഒന്ന് ഇളക്കിയെടുക്കാം. ഇതൊന്ന് ആറി വരുന്ന സമയത്തിനുള്ളിൽ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ജീരകവും അതുപോലെ പൊടിക്കാൻ എളുപ്പത്തിന് കുറച്ച് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് നമുക്ക് ഇതൊരു പൗഡറാക്കി റെഡിയാക്കിയെടുക്കാം. ഈ ഒരു പരുവത്തിൽ നമുക്ക് പൗഡറാക്കാം. അതിനുശേഷം നമുക്കിനിയും ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ പൗഡർ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവിലേക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇവിടെ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് കാണാം നല്ല കട്ടിയുണ്ട്. അതുകൊണ്ട് നമ്മൾ നെയ്യപ്പം ചുട്ടെടുക്കുന്നതിന് മുമ്പ് കുറച്ച് തേങ്ങാപ്പാൽ ഇത് നീട്ടിയെടുക്കാനായിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് വറുത്തെടുത്ത തേങ്ങയും അതുപോലെ എള്ളും കൂടെ ഇങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതും കൂടെ നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ തരങ്ങിൻ്റെ കൺസിസ്റ്റൻസി കാണാം. നെയ്യപ്പം ചുട്ടെടുക്കുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് തരങ്ങ് കിട്ടണം. ഇനി നമുക്ക് നെയ്യപ്പം ചുട്ടെടുക്കാം. ചുട്ടെടുക്കുന്നതിന് മുമ്പ് നമ്മൾ കൺസിസ്റ്റൻസി ഇച്ചിരി കട്ടി കൂടുതലായതുകൊണ്ട് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് ഒന്ന് നീട്ടുന്നുണ്ട്. ഇത് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇത് ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കുകയും ചെയ്യണം, കൂടിയും പോകരുത്. കറക്റ്റായിട്ടുള്ള ആ കൺസിസ്റ്റൻസി കിട്ടണം. ഇനി നമുക്ക് പാൻ ചൂടാകാൻ വെക്കാം. എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായി കഴിയുമ്പം നമുക്ക് മീഡിയം തീയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വേണം നെയ്യപ്പം ചുട്ടെടുക്കാനായിട്ട്. സ്പൂണേ വിട്ടുപോകുന്ന കൺസിസ്റ്റൻസിയാണ് നമുക്ക് നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കുമ്പോൾ കിട്ടേണ്ടത്. അതുപോലെ ഇത് നല്ല നെയ്യപ്പം ആണെങ്കിൽ ഇത് എണ്ണയിൽ നേരെ പൊങ്ങി വരും. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഈ നെയ്യപ്പത്തിൻ്റെ മാവ് എണ്ണയിൽ നിന്ന് നേരെ പൊങ്ങി വരും. ഇത് കറക്റ്റ് കൺസിസ്റ്റൻസി ആണെന്നുള്ളതിനുള്ള തെളിവാണിത്. അതിനുശേഷം കുറച്ച് നേരം എണ്ണയിലൊന്ന് കിടക്കണം. ഇടയ്ക്കൊന്ന് മറിച്ചിടുക. നെയ്യപ്പം നല്ല ഷേപ്പിൽ കിട്ടാനായിട്ട് നമ്മൾ മാവൊഴിച്ച് കൊടുക്കുമ്പം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നെയ്യപ്പം എല്ലാം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ നെയ്യപ്പം റെഡിയായി കഴിഞ്ഞു. ഇതുപോലെ ഒരു കളറായി കഴിയുമ്പം നമുക്കിത് എടുത്ത് മാറ്റി വെക്കാവുന്നതാണ്. അത് കഴിഞ്ഞാൽ നമ്മുടെ നെയ്യപ്പം ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഈ വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. സബ്സ്ക്രൈബ് അടിക്കുക, കമൻ്റ് അടിക്കുക. അതുപോലെ എല്ലാവർക്കും വലിയൊരു നന്ദി.